ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം തന്നെ കാണിക്കുന്ന മനോജും ഗോകുലും ശ്രീനിയും കൺമണിയും കൂടി വീടിന്റെ പുറത്തിരുന്ന് സംസാരിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് കൺമണിയുടെ രണ്ടമ്മായിമാർ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയാണ്. എന്നാൽ അത് കണ്ട് കൺമണി മനോജേട്ടൻ വീട്ടിലേക്ക് തിരിച്ചു വന്ന കാര്യം ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ഗോകുല് എങ്കിൽ അച്ഛനൊരു കാര്യം ചെയ്യുക, അച്ഛൻ അവിടെ ആ ചുമരിന്റെ പുറകിൽ ഒളിച്ചു നിൽക്കുക, നമുക്ക് അമ്മായിമാരെന്ന് പറ്റിക്കാമെന്ന് പറയുകയാണ്. തുറന്ന മനോജ് അവിടെ പോയി ഒളിച്ചു നിൽക്കുകയാണ്. തുറന്ന അമ്മായിമാർ രണ്ടുപേര് കൺമണിയുടെ അടുത്ത് ചെന്നിട്ട് കൺമണിയെ കളിയാക്കുകയാണ്. അമ്പടി കള്ളി, നിനക്ക് ഇപ്പോൾ ഓഫീസിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും പോരാമല്ലോ, നീ ഇപ്പോൾ അവിടുത്തെ വലിയ ആളാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൺമണി ഇങ്ങനെ വാരിക്കൊണ്ട് നിൽക്കുകയാണ്. ഈ സമയത്ത് ഗോകുല് പിന്നെ അമ്മായിമാരോട് മനോജിന്റെ കാര്യം പറയുകയാണ്. ഈ സമയത്ത് എൻ്റെ അച്ഛനും കൂടി ഇവിടെ ഉണ്ടാകേണ്ടതായിരുന്നു എന്ന് പറയുകയാണ്. എന്നാൽ അത് കേൾക്കുമ്പോൾ തന്നെ അമ്മായിമാർക്ക് നല്ല ദേഷ്യം വരികയാണ്. അമ്മായിമാര് നല്ല ദേഷ്യത്തിൽ മനോജിനെതിരെ സംസാരിക്കുകയാണ്. എന്തിനാണ് നീ ആ വൃത്തികെട്ടവന്റെ പേര് ഇപ്പോൾ പറഞ്ഞത്? അവനെ ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും അവന്റെ കൈയും കാലും തല്ലി ഓടിച്ചേനെ എന്ന് പറയുകയാണ്. തുടർന്ന് അമ്മായിമാര് പറയുന്ന കാര്യങ്ങളെല്ലാം മാറി നിന്ന് കേൾക്കുന്ന മനോജിനെ അത് കേട്ട് ശരിക്കും കൊള്ളുകയാണ്. മനോജ് കുറ്റബോധം കൊണ്ട് ഇങ്ങനെ തലകുമ്പിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് പണി പാടി എന്ന രീതിയിലാണ് കൺമണിയും ഗോകുലും ശ്രീനിയും എല്ലാം നിൽക്കുന്നത്. തുടർന്ന് അമ്മായിമാര് മനോജിനെ കുറിച്ചുള്ള കുറ്റങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അവൻ എന്തൊരു പെൺകോന്തനാണ്, നാട്ടിലെ ഏറ്റവും വലിയ പെൺകോന്തൻ ആരാണെന്ന വല്ല മത്സരം നടത്തിയാൽ ആ സമ്മാനം നിന്റെ അച്ഛന് തന്നെ കിട്ടുമെന്ന് പറയുകയാണ്. അവൻ നമ്മുടെ കൺമണിയെ എത്രമാത്രമാണ് ഉപദ്രവിച്ചിട്ടുള്ളത്, ദ്രോഹിച്ചിട്ടുള്ളത്. എന്നാൽ അത് കേട്ട് ഗോകുൽ കൺമണിയോട് അയ്യോ അപ്പേ പണി പാടിയല്ലോ. തുറന്ന ശ്രീനി പിന്നെ അമ്മായിമാരോട് അതൊക്കെ പണ്ടല്ലേ, പണ്ട് മനോജിന് കൺമണിയെ വലിയ ഇഷ്ടമായിരുന്നു, എത്രമാത്രമാണ് മനോജ് കൺമണിയെ താലോടിച്ചിട്ടുള്ളത്. എന്നാൽ അത് കേട്ട് അമ്മായിമാർക്ക് വീണ്ടും ദേഷ്യം വരികയാണ്. അതൊക്കെ പണ്ട്, അതൊന്നും നമ്മൾ ഇപ്പോൾ നോക്കേണ്ട കാര്യമില്ല, ഇപ്പോൾ മനോജിന് കൺമണി എങ്ങനെയാണോ അത് മാത്രം ചിന്തിച്ചാൽ മതി എന്ന് പറയുകയാണ്. തുറന്ന് ഗോകുൽ പിന്നെ അമ്മായിമാരോട് ഇപ്പോൾ എൻ്റെ അച്ഛൻ ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട അമ്മായിമാര് നിന്റെ അച്ഛൻ ഇപ്പോൾ ഇവിടെ ഉണ്ടെങ്കിൽ നിന്റെ അച്ഛന്റെ മുഖം ഞങ്ങൾ അടിച്ച് പപ്പടമാക്കുമെന്ന് പറയുകയാണ്. തുറന്ന് ഗോകുൽ മനോജിനെ നോക്കിക്കൊണ്ട് അച്ഛന്റെ മുഖം പൊത്തി പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നോളാൻ പറയുകയാണ്. എന്നാൽ അത് കേട്ട് അമ്മായിമാർ രണ്ടുപേരും ഞെട്ടി നിൽക്കുകയാണ്. തുറന്ന് മനോജ് അങ്ങോട്ടേക്ക് വരികയാണ്. മനോജിനെ കണ്ട് രണ്ടുപേരും കിളി പോയി നിൽക്കുകയാണ്. തുറന്ന് മനോജ് അമ്മായിമാരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. തുറന്ന് ഗോകുല് പിന്നെ മനോജിനോട് അച്ഛനോട് അച്ഛൻ വേഗം തന്നെ അമ്മായിമാരുടെ കയ്യിൽ നിന്ന് അടി വാങ്ങാൻ തയ്യാറായിക്കോളാൻ പറയുകയാണ്. തുറന്ന് അമ്മായിമാര് പിന്നെ മനോജിനോട് എടാ മനോജ്, നീ ഇത്രയും നാൾ എവിടെയായിരുന്നു എന്ന് ചോദിക്കുകയാണ്. നീ ഞങ്ങളെല്ലാം മറന്നല്ലേ എന്ന് ചോദിക്കുകയാണ്. നീ ഞങ്ങൾ മറന്നതോ പോട്ടെ, നീ കൺമണിയും മറന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ ആ ചോദ്യം കേട്ട് മനോജ് കുറ്റബോധം കൊണ്ട് ഇങ്ങനെ തലകുമ്പിട്ട് നിൽക്കുകയാണ്. തുടർന്ന് മനോജ് പിന്നെ അമ്മായിമാരോട് അങ്ങോട്ടൊരു തെറ്റ് പറ്റിപ്പോയി അമ്മായിമാരെ, എനിക്ക് എൻ്റെ തെറ്റ് മനസ്സിലായിരിക്കുകയാണ്. എന്നാൽ അത് കേട്ട് ഗോകുലൊന്ന് ചിരിക്കുകയാണ്. തുടർന്ന് ഗോകുൽ പിന്നെ അമ്മായിമാരോട് അയ്യോ അമ്മായിമാരെ, നിങ്ങളെന്താ എൻ്റെ അച്ഛനെ അടിക്കാത്തതെന്ന് ചോദിക്കുകയാണ്. തുറന്ന അമ്മായിമാരെ, ഇവരെ ശരിക്കും അടിക്കണമെന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ഇവനിപ്പോൾ ഇവനായിട്ട് തന്നെ ഇങ്ങോട്ട് തിരിച്ചു വന്നില്ലേ. തുറന്ന അമ്മായിമാര് പിന്നെ മനോജിനോട് നീ ഇപ്പോൾ വന്നില്ലേ, നീ ഇല്ലാത്ത സമയത്ത് ആ വരുൺ ഇവിടെ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത്, അവന് നല്ല പെട കൊടുക്കണം എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് മനോജ് ഒന്ന് ചിരിച്ചുകൊണ്ട് അമ്മായിമാരോട് അതൊക്കെ ഞാൻ എപ്പോഴേ ചെയ്തു കഴിഞ്ഞു, ഞാൻ വരുണെ കണ്ടിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്, വരുണ് കൊടുക്കാനുള്ള എല്ലാം മുതലും പലിശ അടക്കം ഞാൻ കൊടുത്ത് തീർത്തിട്ടുണ്ടെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് അമ്മായിമാരും കൺമണിയൊക്കെ ഞെട്ടി നിൽക്കുകയാണ്. തുറന്ന് കൺമണി ഗോകുലിന്റെ മുഖത്തേക്ക് നോക്കി ഇതെപ്പോൾ സംഭവിച്ചു എന്ന് ചോദിക്കുകയാണ്. തുറന്ന് ഗോകുല് അതൊക്കെയുണ്ട് അപ്പേ, ഒക്കെ ഞാൻ ശരിയാക്കിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. തുറന്ന് മനോജ് ഇനി വരുണിന്റെ ശല്യം ഇങ്ങോട്ടുണ്ടാകില്ല, വരുണ് ഞാൻ കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ട്, ഇനി വരുണ് നിങ്ങൾ പേടിക്കണ്ട എന്ന് പറയുകയാണ്. നല്ലത് കേട്ട് അമ്മായിമാർക്ക് സന്തോഷമാവുകയാണ്. തുറന്ന് അമ്മായിമാര് പിന്നെ മനോജിനോട് ഞങ്ങൾക്ക് നിന്നോടുള്ള പകുതി ദേഷ്യം മാറിയിരിക്കുകയാണ്, കുറച്ചുകൂടി ദേഷ്യമുണ്ട്, അത് നീ ആ ധനലക്ഷ്മിയോടും കൂടി ഇതുപോലെ ഒന്ന് കൊടുത്തിരുന്നെങ്കിൽ നിന്നോടുള്ള സകല ദേഷ്യവും ഞങ്ങൾക്ക് മാറുമെന്ന് പറയുകയാണ്. തുടർന്ന് ശ്രീനി പിന്നെ അമ്മായിമാരോട് പിന്നെ മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്, സാഗർ സാറ് വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞാനും മനോജും നാളെ സാഗർ സാറിന്റെ വീട്ടിലേക്ക് പോവുകയാണ്, കൺമണിയുടെയും കൃഷ്ണന്റെയും കല്യാണത്തിന്റെ ജാതകം നോക്കാൻ അവരുടെ വീട്ടിലേക്ക് പോവുകയാണ്. എന്നാൽ അത് കേട്ട് അമ്മായിമാർക്ക് നല്ല സന്തോഷമാവുകയാണ്. അവര് രണ്ടുപേരും തുള്ളിച്ചാടുകയാണ്. ശ്രീനിയുടെ കൈ പിടിച്ചുകൊണ്ട് അവര് 2 സ്റ്റെപ്പൊക്കെ വയ്ക്കുന്നുണ്ട്. തുറന്ന് കാണിക്കുന്ന വരുണാണ്. വരുൺ അനിരുദ്ധിനെ വിളിച്ചിട്ട് ആ മനോജിന് നല്ലൊരു പണി കൊടുക്കണം എന്ന് പറയുകയാണ്. ആ മനോജ് തന്നെ ഉപദ്രവിച്ചു പോയിരിക്കുകയാണ്, അവനെ വല്ല കള്ളക്കേസിൽ അകത്തിട്ട് നല്ല പെട കൊടുക്കണം എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് അനിരുദ്ധ അതിന് തയ്യാറാകുന്നില്ല. അതൊന്നും നടക്കുന്ന കാര്യമല്ല വരുണെ, നീ മര്യാദയ്ക്ക് ഞാൻ പറയുന്ന അനുസരിക്കുക, നീ കൺമണിയുടെ പുറകെയുള്ള നടത്തം അവസാനിപ്പിക്കാൻ പറഞ്ഞ് വരുൺ ഉപദേശിക്കുകയാണ്. എന്നാൽ അതൊന്നും വരുൺ കേൾക്കുന്ന മട്ടില്ല. വരുൺ നല്ല ദേഷ്യം വരികയാണ്. തുറന്ന് വരുൺ പിന്നെ അനിരുദ്ധിനോട് ദേഷ്യപ്പെടുകയാണ്. ഞാൻ പറഞ്ഞത് അങ്ങനെ അനുസരിച്ചാൽ മതി, നീ എനിക്ക് ക്ലാസ് എടുത്ത് തരണ്ട, ഞാൻ മനോജിനെതിരെ ഒരു കംപ്ലൈന്റ് നിനക്ക് തരും, നീ മനോജിനെ തൂക്കിയെടുത്ത് ജയിലിൽ കൊണ്ടിട്ട് 2 പെട കൊടുക്കണം. എന്നാൽ അത് കേട്ട് അനിരുദ്ധ നീ തരുന്ന കംപ്ലൈന്റിന്റെ പുറത്തൊരു അന്വേഷണം ഉണ്ടാകും,
ആ അന്വേഷണം അവസാനം നിനക്ക് തന്നെ പണിയാകുമെന്ന് പറയുകയാണെന്നാണ് അത് കേട്ട് വരുൺ ദേഷ്യം വരികയാണ്. അങ്ങനെ അന്വേഷണത്തിന്റെ ഒന്നും ആവശ്യമില്ല, ഞാനൊരു കംപ്ലൈന്റ് തരും, ആ കംപ്ലൈന്റിന്റെ പുറത്ത് അവനിട്ട് 2 പൊട്ടിച്ചാൽ മതി, അവനെ ആ കേസിൽ പെടുത്തിയാൽ മതി എന്ന് പറയുകയാണ്. അല്ലാതെ വിശദമായിട്ടൊന്നും അന്വേഷിക്കേണ്ട എന്നൊക്കെ പറയുകയാണ്. എന്നാൽ അത് കേട്ട് അനിരുദ്ധ അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്നൊക്കെ പറയുകയാണ്. എന്നാൽ അതൊന്നും വരുൺ ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ പറയുന്ന അനുസരിച്ചില്ലെങ്കിൽ ഞാൻ നിനക്ക് പണി തരുമെന്ന് പറഞ്ഞ് വരുൺ അനിരുദ്ധിനെ ഭീഷണിപ്പെടുത്തുകയാണ്. തുറന്നു കാണിക്കുന്ന സുജാതയാണ്. മക്കളുടെ ജീവിതം എങ്ങനെ കോഞ്ഞാട്ടിയാക്കണം എന്നിങ്ങനെ തല പുകഞ്ഞിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് സുജാത. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് സാഗർ വരികയാണ്. സുജാതയുടെ ഈ ഇരിപ്പ് കാണുമ്പോൾ തന്നെ സാഗറിന്റെ കാര്യം മനസ്സിലാവുകയാണ്. തുറന്ന സാഗർ പിന്നെ സുജാതയോട്, നീ ബലരാമനോട് എല്ലാം സമ്മതിച്ചതാണല്ലോ, പിന്നെ ഇപ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണെന്നാൽ അത് കേട്ട് സുജാത, എനിക്കത് പറ്റുന്നില്ല സാഗർ, കൺമണിയെ മരുമകളായി ഉൾക്കൊള്ളാൻ എനിക്ക് സാധിക്കുന്നില്ല എന്ന് പറയുകയാണ്. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് കൃഷും കൃപയും വരികയാണ്. ഒളിഞ്ഞു നോക്കിക്കൊണ്ടാണ് രണ്ടുപേരും വരുന്നത്. തുടർന്ന് കൃഷും കൃപയും അമ്മയും അച്ഛനെയും കളിയാക്കിക്കൊണ്ടാണ് അങ്ങോട്ടേക്ക് വരുന്നത്. തുടർന്ന് കൃഷും കൃപയും നാളത്തെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. നാളെ കൺമണിയുടെ വീട്ടിൽ നിന്ന് കൺമണിയുടെ അച്ഛനും ചേട്ടനും വരുന്നുണ്ട് ജാതകം നോക്കുന്നതിന് വേണ്ടി. എന്നാൽ ഈ സമയത്ത് സുജാതയ്ക്ക് ഒരു താല്പര്യമില്ലാത്ത പോലെയാണ് സുജാത ഇരിക്കുന്നത്. തുടർന്ന് സുജാത പിന്നെ ഇവരോട്, ഞാൻ എന്തായാലും മുന്നിൽ നിന്ന് ഒന്നും നടത്തി തരില്ല, ഞാൻ അവിടെ എവിടെയെങ്കിലും ഒക്കെ കാണും, നിങ്ങൾ തന്നെ എല്ലാം ചെയ്തോളാൻ പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൃപയ്ക്ക് ദേഷ്യം വരികയാണ്. കൃപ അമ്മയോട് ദേഷ്യപ്പെടാൻ നേരം കൃഷി കൃപയെ തടയുകയാണ്. വേണ്ട കൃപ, നീ അമ്മയോട് ദേഷ്യപ്പെടണ്ട, അമ്മയ്ക്കിപ്പോൾ മൂത്ത മകനെ കിട്ടിയല്ലോ, അമ്മയ്ക്കിപ്പോൾ എന്നെ വേണ്ടല്ലോ, എന്റെ തവിട് കൊടുത്ത് വാങ്ങിയതല്ലേ എന്നൊക്കെ പറഞ്ഞ് കൃഷി സുജാതയെ പാട്ടിലാക്കാൻ കുറച്ച് സെന്റി ഡയലോഗുകൾ അടിക്കുകയാണ്. എന്നാൽ സുജാത അതിൽ ശരിക്കും വീഴുകയാണ്. തുടർന്ന് സുജാത ഒന്ന് വിഷമിച്ചുകൊണ്ട് പിന്നെ കൃഷ്ണയോട്, അയ്യോ മോനെ നീ അങ്ങനെയൊന്നും പറയല്ലേ, നിനക്ക് ഞങ്ങൾ തവിട് കൊടുത്തൊന്നും വാങ്ങിയതല്ല, അങ്ങനെ തവിട് കൊടുത്തു വാങ്ങാനാണെങ്കിൽ ഞങ്ങൾ നല്ലത് നോക്കി വാങ്ങില്ലേ. തുടർന്ന് സുജാത ഇങ്ങനെ വിഷമിച്ച് കരഞ്ഞു നിൽക്കുകയാണ്. എന്നാൽ അത് കണ്ട് കൃഷി പിന്നെ സുജാതയെ ആശ്വസിപ്പിക്കുകയാണ്. തുടർന്ന് സുജാതയോട്, പോട്ടെ അമ്മി, സോറി, ഞാൻ വെറുതെ പറഞ്ഞതാണെന്നൊക്കെ പറഞ്ഞ് കുറെ സോറി എല്ലാം പറയുകയാണ്. തുടർന്ന് സുജാതയോട് പിന്നെ കൃഷി കൺമണിയുടെ കാര്യത്തെക്കുറിച്ച് ചോദിക്കുകയാണ്. അമ്മയ്ക്ക് എന്താണ് കൺമണിയോട് ഇത്ര ദേഷ്യമെന്ന് ചോദിക്കുകയാണ്. ആന്റിയമ്മയും മാനസിയും പറഞ്ഞതാണ് അമ്മയുടെ മനസ്സിൽ, അതല്ലാതെ കൺമണിക്ക് എന്ത് കുറവുകളാണ് ഉള്ളതെന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് സുജാത, നമുക്ക് ഈ ടോപ്പിക്ക് ഇപ്പോൾ സംസാരിക്കേണ്ട എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് സാഗർ, വേണ്ട സുജാത, ഈ ടോപ്പിക്ക് ഇപ്പോൾ തന്നെ സംസാരിക്കണം, നിന്റെ മനസ്സിലുള്ള കരട് നീ ഇപ്പോൾ തന്നെ എടുത്തു കളയണം, നീ പറ കൺമണിക്ക് എന്താണ് കുഴപ്പമെന്ന് ചോദിക്കുകയാണ്. നമ്മുടെ വീട്ടിലെ മരുമകളായിട്ട് വന്നു കയറാൻ ഏറ്റവും യോഗ്യയായ ആള് കൺമണി തന്നെയാണെന്ന് പറയുകയാണ് സാഗർ. അങ്ങനെ എല്ലാവരും കൺമണിക്ക് വേണ്ടി സംസാരിക്കുകയാണ്. സുജാതയോട് ഉത്തരം മുട്ടി നിൽക്കുകയാണ്. എന്നാൽ അത് കണ്ട് കൃഷി പിന്നെ അച്ഛനോട്, ഇനി ആരും എൻ്റെ അമ്മയെ വിഷമിപ്പിക്കേണ്ട, നമുക്ക് ആ ഈ ടോപ്പിക്കിനെ കുറിച്ച് ഇനി സംസാരിക്കേണ്ട എന്ന് പറയുകയാണ്. തുടർന്ന് സാഗർ പിന്നെ കൃഷ്ണനോട് പുതിയൊരു പ്രോജക്റ്റിനെ കുറിച്ച് സംസാരിക്കുകയാണ്. പുതിയൊരു പ്രോജക്റ്റ് വന്നിട്ടുണ്ട്, ആ പ്രോജക്റ്റ് നമുക്ക് കിട്ടുകയാണെങ്കിൽ അത് വലിയ നേട്ടമാകുമെന്ന് പറയുകയാണ്. പക്ഷെ ആ പ്രോജക്റ്റ് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്, നീ കാര്യം കൺമണിയോട് കൂടി ഒന്ന് പറയണമെന്ന് പറയുകയാണ് സാഗർ. എന്നാൽ കൺമണിയുടെ പേര് കേൾക്കുമ്പോൾ കൃഷ്ണ സന്തോഷമാവുകയാണ്. എന്നാൽ അത് കണ്ട് കൃപ പിന്നെ കൃഷ്ണ അതും പറഞ്ഞ് കളിയാക്കുകയാണ്. തുടർന്ന് കൃപയും കൃഷി അവിടുന്ന് പോയ ശേഷം സാഗർ പിന്നെ സുജാതയോട് മറ്റൊരു കാര്യം പറയുകയാണ്. കൃഷിന്റെ കല്യാണത്തിന് മുമ്പേ മറ്റൊരു കാര്യം നമുക്ക് ചെയ്തു തീർക്കാനുണ്ട്, നമുക്ക് ബലരാമന് എത്രയും പെട്ടെന്ന് തന്നെ കല്യാണം കഴിപ്പിക്കണം, ബലരാമന് പറ്റിയ ഒരു പെണ്ണിനെ കണ്ടെത്തണമെന്ന് പറഞ്ഞുകൊണ്ട് സാഗർ അവിടുന്ന് പോവുകയാണ്. എന്നാൽ അത് കേട്ട് സുജാത പിന്നെ ആന്റിയമ്മ പറഞ്ഞ കാര്യം മാനസിയെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു നിൽക്കുകയാണ്. അങ്ങനെ സുജാത ബലരാമന് പോലും ഇഷ്ടമില്ലാത്ത മാനസിയെ ബലരാമന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമത്തിലാണ്. തുറന്നു കാണിക്കുന്ന കൺമണിയും മനോജും കൂടി സംസാരിക്കുന്നതാണ്. മനോജ് പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൺമണിയോട് കുറെ സോറി എല്ലാം പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൺമണി അതൊക്കെ മറന്നേക്കാൻ പറയുകയാണ്. ചേട്ടൻ എപ്പോഴും എനിക്കൊപ്പം തന്നെ നിന്നിട്ടുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ മനോജ്, ഇല്ല കൺമണി, നീ പറഞ്ഞത് ശരിയല്ല, ഞാൻ നിന്നെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറ്റബോധം കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് മനോജ്. ഞാനിപ്പോൾ പണ്ട് ചെയ്ത തെറ്റിനൊക്കെ പ്രായശ്ചിത്തം ചെയ്യുകയാണ് എന്ന് പറയുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് വരുണെ ഞാൻ ഇന്ന് പഞ്ഞിക്കേണ്ടത്. അങ്ങനെ കുറെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് രണ്ടുപേരും മനസ്സ് തുറന്ന് സംസാരിക്കുകയാണ്. തുടർന്ന് കൺമണി പിന്നെ മനോജിനോട്, ചേട്ടൻ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണം, ചേച്ചിയെ തിരിച്ചു കൊണ്ടുവരണം എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് മനോജ്, അത് ഞാൻ ചെയ്യില്ല, ഇപ്പോൾ നമ്മുടെ വീടൊരു സ്വർഗമാണ്, ധനലക്ഷ്മി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്വർഗം പിന്നെ നരകമായി തീരും, അതുകൊണ്ട് ധനലക്ഷ്മി ഇവിടെ ഉണ്ടാകാത്തത് തന്നെയാണ് നല്ലത്. ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്.